السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC NET العربية. UGC NET അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റാണ്. അശ്ശഅറുൽ അറബി ഹത്തൽ അസ്രിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി കവിത. ആദ്യമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശുഅറാഉ സ്വാലിക്കിനെ കുറിച്ചാണ്. ശുഅറാഉ സ്വാലിക്കിൽ ഏതൊക്കെ കവികളാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി തഅബ്ബത ശർറ, അശ്ശൻഫറ, ഉർവത്ത് ഇബ്നുൽ വർദ്. ശുഅറാഉ സ്വാലിക്കിലെ ഈ മൂന്ന് കവികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമായി തഅബ്ബത ശർറ. വലാ അതമന്ന ശർറ വശർറു താരികി വലാകിൻ ഇദാ ഉഹ്മൽ അല ശർരി അർകബി എന്ന പ്രസിദ്ധമായ കവിത രചിച്ച കവിയാണ് തഅബ്ബത ശർറ. തഅബ്ബത ശർറയെക്കുറിച്ച് വിശദമായി പഠിക്കാം. അദ്ദേഹം മരണപ്പെട്ടത് 530 അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. സാബിത്ത് ബിൻ ജാബിർ ബിൻ സുഫിയാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഫഹം ഗോത്രത്തിൽപ്പെട്ടയാളാണ് ഇദ്ദേഹം. അഹ്ലി തിഹാമയിൽപ്പെട്ടയാളാണ്. യുസമ്മ ബി ഷാഇർ അദ്ദ, ഷാഇർ അദ്ദ എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂ സുഹൈർ. കാന യുഅദ്ദു മിൻ അഗ്റബിൽ അറബ് ലിഅന്നഹു കാന അസ്വദൽ ലൗൻ. ഇദ്ദേഹത്തിൻ്റെ കറുത്ത നിറം കാരണത്താൽ അഗ്റബുൽ അറബ് എന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഹബഷിയത്തായ അടിമ സ്ത്രീയായിരുന്നു. ഇസ്മുഹ ഉമൈമ വഹിയ ഷായിറ. ഇദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് ഉമൈമ എന്നാണ്. അവരും കവയിത്രിയായിരുന്നു. ഹുവബ്നു ഉഖ്തി ഷംഫറ. തഅബ്ബത ശർറ ഷംഫറയുടെ സഹോദരി പുത്രനാണ്. കാന അസ്മഅൽ അറബ് വ അബ്സറഹും വ അഖിയദഹും വ അസ്റഅഹും. അറബികളിൽ നല്ല കേൾവിശക്തിയും കാഴ്ചശക്തിയും ബുദ്ധിയും വിവേകവുമുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു ഇദ്ദേഹം. വളരെ വേഗതയുമുള്ളയാളായിരുന്നു. സബബു ലഖബി, ഇദ്ദേഹത്തിന് തഅബ്ബത ശർറ എന്ന പേര് വരാൻ കാരണം കുല്ലമാ ഖറജ ലിൽ ഗസ്വി വദഅ സൈഫഹു തഹ്ത ഇബ്തി. ഇദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുമ്പോഴെല്ലാം ഇദ്ദേഹത്തിൻ്റെ വാൾ കക്ഷത്തിൽ വെക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് വിളിച്ച പേരാണ് തഅബ്ബത ശർറ എന്ന് പറയപ്പെടാറുണ്ട്. കാന അക്സറു ശിഅരിഹി ഫിൽ ഹമാസ വൽ ഫഖർ. ഇദ്ദേഹത്തിൻ്റെ അധിക കവിതകളും ഹമാസയും ഫഖറുമായിരുന്നു. ഖുതില ഫി ബിലാദി ഹുദൈൽ വറുമിയ ബിഹി ഫി ഗാർ. ഹുദൈലുകളുടെ നാട്ടിലാണ് ഇദ്ദേഹം വധിക്കപ്പെട്ടത്. വധിക്കപ്പെട്ട ശേഷം ഇദ്ദേഹത്തെ ഒരു ഗുഹയിൽ എറിഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഖീല സബബു ലഖബി ഇന്നഹു റഅ കബിഷൻ ഫി സ്വഹറാഇ ഫഹമലഹു ഫി ഇബ്തി. ഇദ്ദേഹത്തിന് തഅബ്ബത ശർറ എന്ന് പേര് വരാൻ കാരണം മറ്റൊന്നുകൂടെ പറയപ്പെടാറുണ്ട്. മരുഭൂമിയിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കിട്ടി. അതിനെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് മടങ്ങി വരുന്ന സമയത്ത് ആട്ടിൻകുട്ടി വഴിയിലുടനീളം ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൂടെ മൂത്രമൊഴിച്ചു. അത് കാരണത്താലാണ് തഅബ്ബത ശർറ എന്ന് വിളിപ്പേര് വന്നത് എന്നും പറയപ്പെടുന്നു. കാനത്ത് ഖസീദത്തുഹു ഫിൽ ബഹരിൽ ബസീത്ത്. ബസീത്ത് എന്ന ബഹറിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു കവിതയുള്ളത്, ഖസീദയുള്ളത്. അതിൽ 26ഓളം ബൈത്തുകളുണ്ട്. ആ കവിതക്ക് തിബ്രീസിയും അംബാരിയും ശറഹ എഴുതിയിട്ടുണ്ട്. ശുഅറാഉ സ്വാലിക്കിൽ അടുത്തതായി നമ്മൾ പറയുന്നത് അശ്ശൻഫറയെ കുറിച്ചാണ്. വ ഇന്നി ലഹുൽവുൻ ഇൻ ഉരീദത് ഹലാവതി വ മുർറുൻ ഇദാ നഫ്സുൽ അസൂഫി ഇസ്തമറതി എന്ന പ്രസിദ്ധമായ കവിതയുടെ വരികൾക്ക് ജന്മം നൽകിയ ആളാണ് അശ്ശൻഫറ. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പറയാം. 525 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജനനവും വ്യക്തമല്ല. സാബിത്ത് ബിൻ ഔസുൽ അസ്ദി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് അശ്ശൻഫറ. ഉലദ ഫി ഖബീലത്തിൽ അവാസ്. അവാസ് ബിൻ ഹജർ എന്ന് പറയുന്ന യമനി ഗോത്രത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ആഷ സഅലൂക്കൻ വലിസ്സൻ. കള്ളനായിട്ടാണ് ഇദ്ദേഹം ജീവിച്ചത്. നശഅ ഫി ബനി സലാമാൻ അല്ലദീന ഖതലു വാലിദ വ അസറുഹു വഹുവ ത്വിഫ്ലുൻ സഗീർ. ഇദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കെ ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ വധിക്കുകയും ഇദ്ദേഹത്തെ ബന്ദിയാക്കി പിടിക്കുകയും ചെയ്ത ബനി സലാമാൻ ഗോത്രത്തിലാണ് ഇദ്ദേഹം വളർന്നത്. ലുഖിബ ബി ഷൻഫറ ലിഗില്ലത്തി ഷഫതൈഹി ഔ ലിഹിദ്ദത്തിൻ ഫി തബഇഹി.
ഇദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രകൃതം കാരണത്താലോ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ കാഠിന്യം കാരണത്താലോ ആണ് ഇദ്ദേഹത്തെ അഷൻഫറ എന്ന് വിളിച്ചത്. ഹലഫലി യഖ്തുല മിഅത്ത് റജുലിൻ മിൻ ബനി സലാമാൻ, ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ വധിച്ചതിന് പ്രതികാരമായി ബനി സലാമാൻ ഗോത്രത്തിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ 100 ആളുകളെ വധിക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം 99 ആളുകളെ വധിച്ചു. അതിനുശേഷം അസദ് ബിൻ ജാബിർ എന്നയാൾ ഇദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. അസദ് ബിൻ ജാബിർ ഇദ്ദേഹത്തെ വധിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ തലയോട്ടിയിൽ തൻ്റെ കാലുകൊണ്ട് ചവിട്ടി. അപ്പോൾ ഒരു എല്ലിൻ കഷ്ണം അദ്ദേഹത്തിൻ്റെ കാലിൽ തളച്ചു കയറി. അത് കാരണത്താൽ ഘാതകനായ അസദ് ബിൻ ജാബിറും മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇൽതഹഖ ബിബ്നി ഉഖ്തിഹി തഅബ്ബത ശർറ വബദഅ ഖതഅ ത്വരീഖ്, ഇദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനായ തഅബ്ബത ശർറയുമായി കൂടിച്ചേർന്ന് കൊള്ള നടത്താറുണ്ടായിരുന്നു. ഖസീദത്തുൽ മഷ്ഹൂറ ലാമിയത്തുൽ അറബ്, ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അറബി സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇദ്ദേഹത്തിൻ്റെ ഖസീദ ലാമിയത്തുൽ അറബ്. ബഹറു ത്വവീലിലാണ് ഇദ്ദേഹം തൻ്റെ ഖസീദ രചിച്ചിട്ടുള്ളത്. 68ഓളം ബൈത്തുകളാണ് ഈ ഖസീദയിലുള്ളത്. ഷറഹ സമഖ്ശരി അജബുൽ അജബ് ഫി ഷറഹി ലാമിയത്തുൽ അറബ് എന്ന പേരിൽ സമഖ്ശരി ഇതിനൊരു ഷറഹ എഴുതിയിട്ടുണ്ട്. മറ്റു പലരും ഇദ്ദേഹത്തിൻ്റെ ഈ കവിതയ്ക്ക് ഷറഹ എഴുതിയിട്ടുണ്ട്. ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലിമു ഔലാദക്കും ഖസീദത്ത ഷൻഫറ ഫഇന്നഹ തുഅല്ലിമുഹും മകാരിമൽ അഖ്ലാഖ്, നിങ്ങളുടെ കുട്ടികൾക്ക് സൽസ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ ഷൻഫറയുടെ ഖസീദകൾ പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ശുഅറ ഉസ്ആലിക്കിൽ അവസാനമായി നമ്മൾ പറയുന്നത് ഉർവത്ത് ഇബ്നുൽ വർദിനെ കുറിച്ചാണ്. ദഈനി ലിൽ ഗിനാ അസ്ആ ഫഇന്നി റഅയ്തു الناس ശർറുഹുമുൽ ഫഖീറു എന്ന വളരെ അർത്ഥഗർഭമായ കവിത രചിച്ചയാളാണ് ഉർവത്ത് ഇബ്നുൽ വർദ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. 555 മുതൽ 596 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അബൂ നജിദ് ഉർവത്ത് ഇബ്നുൽ വർദ് ബിൻ സെയ്ദ് അൽ അബ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഉലിദ ഫിൽ യമാമ ഖബ്ല ആമിൽ ഫീൽ, അദ്ദേഹം ആനക്കലഹ വർഷത്തിന് മുമ്പ് 555 യമാമയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് അബുൽ ഫുഖറ, അബുൽ മസാക്കീൻ, ഉർവത്തു സുആലീഖ്, അമീറു സുആലീഖ്. കാന യസ്രിഖു ലിയുത്ഇമൽ ഫുഖറാഅ വയുഹ്സിന ഇലൈഹിം, പാവങ്ങൾക്ക് ഭക്ഷണം നൽകാനും അവരെ സഹായിക്കാനും വേണ്ടിയായിരുന്നു ഇദ്ദേഹം മോഷണം നടത്തിയിരുന്നത്. കാന കരീമൽ അഖ്ലാഖ് ഫദ്ദലഹുൽ ബഅദു അലാ ഹാത്തിം ഫിൽ കറം, ഇദ്ദേഹം വളരെ സൽസ്വഭാവിയും മാന്യനുമായിരുന്നു. ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ ഹാത്തിമിനേക്കാൾ ഉന്നതനാണ് ഇദ്ദേഹമെന്ന് ചിലർ പറയാറുണ്ട്. ഖാല മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ ലൗ കാന ലിഉർവത്ത് ഇബ്നുൽ വർദ് വലദുൻ ലഅഹ്ബബ്തു അൻ അതസവ്വജ ഇലൈഹിം, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ ഒരിക്കൽ പറഞ്ഞു, ഉർവത്ത് ഇബ്നു വർദിനൊരു മകനുണ്ടായിരുന്നുവെങ്കിൽ അവരുമായി വിവാഹബന്ധം സ്ഥാപിക്കാൻ ഞാൻ താല്പര്യപ്പെടുമായിരുന്നു എന്ന്. ഖാല അബ്ദുൽ മലിക് ബിൻ മർവാൻ, അബ്ദുൽ മലിക് ബിൻ മർവാൻ പറഞ്ഞു, മൻ ഖാല ഇന്ന ഹാത്തിമൻ അസ്മഹുന്നാസ് ഫഖദ് ളലമ ഉർവത്ത് ബിനുൽ വർദ്, ആരെങ്കിലും ഹാത്തിമാണ് ജനങ്ങളിൽ ഏറ്റവും സമാഹത്തുള്ളയാൾ എന്ന് പറഞ്ഞാൽ അവർ ഉർവത്ത് ബിനുൽ വർദിനോട് അക്രമം കാണിച്ചിരിക്കുന്നു എന്ന്. ഖസീദത്തുഹു തുഅദ്ദു മിനൽ മുൻതഖയാത്ത്, ഇദ്ദേഹത്തിൻ്റെ ഖസീദ മുൻതഖയാത്തിൽ പരിഗണിക്കപ്പെടുന്നതാണ്. ഖുതില ഫീ ബഅദ് ഗാറാത്തിഹി ബിയദി റജുലിൻ മിൻ ത്വയ്ഹ, ത്വയ്ഹയിലെ ഒരു ആളുടെ കൈകളാലാണ് ഇദ്ദേഹം വധിക്കപ്പെടുന്നത്. ഖബലൽ ഇസ്ലാം ബി 26 സന, 596 ഇസ്ലാം വരുന്നതിന് 26ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം വധിക്കപ്പെടുന്നത്. ശുക്രൻ അല ഹുസ്നി ഇസ്തിമാഇക്കും ഇല ലിഖാ ഫിൽ ഹൽഖ താലിയ മഅ സലാമ.